ഹലോ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം ഒന്ന് പ്രാർത്ഥന കേട്ടോ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 26 ആണ്, കുഞ്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ്സിലേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് ആഘോഷിക്കാൻ വിചാരിച്ച ഒരു ചെറിയ കേക്കാണ് കേട്ടോ. അത് വാങ്ങിച്ചിട്ട് പോന്നു. അപ്പോൾ നമ്മളെല്ലാവരും ആഘോഷിക്കുമ്പോൾ അത് വേറെ കുഞ്ചുവിനും ഒരു സന്തോഷമാവില്ല, കുറേ ആൾക്കാർ മുന്നിൽ കേക്കൊക്കെ മുറിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ മേശയും ഇരുത്തിയിട്ട് കേക്ക് മുന്നിൽ വെച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് പേരെയും കൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അവർ വന്നിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതെല്ലാവരും കൂടെ അവളെ വട്ടം കൂടി നിന്നിട്ട് എല്ലാവരും അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ചുവിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് അവളെങ്ങനെ അതിശയത്തോടെ അവൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവളെ പിടിച്ച് അങ്ങനെ ഇരിക്കണം. അവൾ ഇടയ്ക്കൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ട് കേക്കിൻ്റെ കഷ്ണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇത് മുന്നിൽ വെച്ചിരിക്കുമ്പോൾ കുട്ടികളുടെ കാര്യമല്ലേ, കുട്ടികളാണ് അങ്ങനെയുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, അവരെന്താ വെച്ചാൽ ഞാൻ ചെന്നപ്പോൾ കേക്ക് കൊണ്ട് ചെന്നപ്പോൾ അവരെല്ലാവരും കൂടി ഒരു കേക്ക് വാങ്ങിയിട്ട്, കേക്കല്ല ഒരു സമ്മാനം അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് എല്ലാവരും കൂടി പിരിവിട്ടിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. കുഞ്ചുവിന് ആകെ കുറവാണ് കേട്ടോ. എന്താ ഇപ്പോൾ ഇത് എന്നുള്ളൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെട്ടിയിൽ അവൾക്കൊരു സമ്മാനം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കുഞ്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് കേക്ക് മുറിക്കുകയാണ്. അവളെ കൂടാതെ 2 കുട്ടികളുണ്ട്. എന്നിട്ട് അവളെ ഏകദേശം അവളെ പ്രായത്തിൽ തന്നെയാണ്. എല്ലാവരും കുറച്ച് വ്യത്യാസമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരെല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊടുത്തു. കുട്ടികളൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട്, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാ പാറുട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കുഞ്ചു കേക്ക് മുറിച്ചപ്പോൾ. അപ്പോൾ അവൾ നിർത്തിയപ്പോൾ അവൾക്ക് ആകെ സങ്കടം ആയതുകൊണ്ട് അവളൊന്നും നിന്നില്ല. അവൾക്ക് കേക്ക് മുറിച്ച് കൊടുത്തപ്പോഴൊന്നും അവൾ അങ്ങോട്ട് സന്തോഷം പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവളെ കൊണ്ട് മുറിപ്പിക്കാത്തതുകൊണ്ട്. അപ്പോൾ ടീച്ചറെ മോളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവളെ കൊണ്ടൊന്ന് കേക്ക് മുറിച്ചത് അവളെ ഹാപ്പി ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ കേക്ക് മുറിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാ കുഞ്ഞുങ്ങളെയും കണ്ട് ഹാപ്പി ആക്കിയിട്ട് പിന്നെ ഞങ്ങളൊരു റാലിക്ക് പോകാനുണ്ടായത്. അപ്പോൾ നമ്മളിതാ സ്കിൽ ഇന്ത്യ സ്വച്ഛത ക്ലീനിങ് ക്യാമ്പയിൻ JSS എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ടോ. ബാക്കി ഇതാ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിട്ടോ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഞങ്ങൾ JSSൻ്റെ ഒരു റാലി നടത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ടൈലറിങ്ങിൻ്റെ ബാച്ചും ഞങ്ങൾ കമ്പ്യൂട്ടർ ബാച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ റാലി നടന്നിട്ട് നമ്മൾ അങ്ങാടിയിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള തിരക്കായിട്ട് നമ്മൾ റാലിക്ക് പോയത്. അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും റാലിക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. നമ്മൾ 2 ബാച്ചിലെ കുട്ടികളും കൂടെയാണ് നമ്മൾ റാലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. റാലിക്ക് പോകുമ്പോൾ കുഞ്ചു കൂടെ ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവളിതാ ഉഷാറായിട്ട് നടന്ന് നീങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റാലിക്ക് നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ റാലിയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഇത്രയും വലിയതായിട്ടൊക്കെ അല്ലേ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, റാലിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക, അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഇത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ബൈക്കിൽ. അപ്പോൾ സ്കൂട്ടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ അത് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ കുഞ്ചുത വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ പെട്ടിയിലൊക്കെ ആക്കിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷം ഉണ്ട് അവൾക്ക്. മുന്നേ 1ാം വയസ്സിൽ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത് അത്ര ഓർമ്മയില്ലല്ലോ. അപ്പം അങ്ങനെ പൊളിയാണല്ലോ എൻ്റെ കുട്ടിക്ക് കളിക്കാൻ. ദൈവേ വേറെതെന്താ, ഇങ്ങോട്ട് നോക്ക് കുഞ്ചാപ്പിയെ, എന്തൊക്കെയാണല്ലേ. താങ്ക് യു പറ. അപ്പൊ അവള് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഐശ്വര്യ ഹോട്ടലിൽ പോയിട്ടോ, ഞാനും കുഞ്ചും കൂടെ. അപ്പോൾ അവിടെ നിന്നൊരു ഫുഡ് മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. സദ്യ തന്നെയാണ് അവിടെ ഉണ്ടാവുക, വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി അവൾ കഴിച്ചിട്ടൊന്നുമില്ല. എന്തായാലും അവളെ പിറന്നാളല്ലേ, ബർത്ത്ഡേ അല്ലേ, അപ്പോൾ നമുക്കൊരു ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ കറിയൊക്കെ വിളമ്പി തരാനൊരു കാക്കയായിട്ട് വന്നത്. അപ്പോൾ അവർ പറയാ, ഈ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവർ ഭയങ്കര സഹകരണം എന്നിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ. എടുത്തേ നിങ്ങളെ കയ്യൊക്കെ ഉള്ളൂ, മുഖം ഒന്നും എടുത്തില്ല. നിങ്ങൾ ഇനി മുഖം കാണാൻ കുഴപ്പമില്ലല്ലോ. അയ്യോ നമ്മളെ പോലെ ഉണ്ടാവുള്ളൂ.
ഓക്കേ. അങ്ങനെ നമ്മൾ ചെറുകോട് എത്തിയിട്ട് നമുക്ക് അവർക്ക് മിഠായി വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു മിഠായി കടയിൽ കയറിട്ടോ. നമ്മൾ ഗൾഫത്തെ മിഠായി ഒക്കെ കിട്ടുന്ന കടയാണ് ചെറുകോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് വണ്ടി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാനേ. അപ്പോൾ നമ്മളിതാ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ മിഠായി വാങ്ങാൻ പോവല്ലേ കുഞ്ചു? മിഠായി വാങ്ങണ്ടേ? കയറ്. ഇതിലാരും ഇല്ലേ? ഉണ്ട്. വേണ്ട 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 നോക്കി. ഏത് അതൊന്നും വേണ്ട, ഈ കഴിക്കും കൂടെ അല്ല. അപ്പോൾ കുഞ്ച് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ അവളത് കഴിക്കാറില്ല, തൊലിച്ച് വയ്ക്കാൻ നല്ല കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും ഇച്ചിരി ബദാമും ജെംസും വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നമ്മൾ കുഞ്ചുവിനെയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ അവൾക്കൊരു മിഠായി കൊടുത്തിട്ടോ, അവിടുത്തെ ബേക്കറി മേനെ. അപ്പോൾ അവളതും കയ്യിൽ പിടിച്ച് അങ്ങനെ നടക്കുകയാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇത് വാങ്ങിയിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മിഠായി കിട്ടിയെന്നാണ് പറയുന്നത്. കുഞ്ചു വാ വാ എന്നാ വാ.